Hi all. So the next chapter is 18, Night of the Scorpion. Night of the Scorpion is a poem. ഒരു കവിത പോമാണ്, കവിതയാണ്. സ്കോർപ്പിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താ പറയാ, ഒരു തേളിനെ നിങ്ങൾക്ക് അറിയുണ്ടാവും. കടിച്ചു കഴിഞ്ഞാൽ, അത് കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലായിരിക്കും ശരീരത്തിന്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തേളിന്റെ രാത്രിയെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. Read the poem once. It is about the night when the poet's mother is bitten by a scorpion. പോയറ്റിന്റെ അമ്മ, അപ്പൊ പോയറ്റ് അല്ല ഇതിലെ കഥാപാത്രം, പോയറ്റിന്റെ അമ്മയാണ്. ഈസ് ബൈറ്റൻ ബൈ എ സ്കോർപ്പിയൻ. ഒരു സ്കോർപ്പിയനാൽ കുത്തപ്പെട്ട് ഒരു കുത്തുകൊണ്ട് ആ അമ്മയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും, അല്ലെങ്കിൽ ആ അമ്മ എങ്ങനെ സർവൈവ് ചെയ്തു, അറ്റ് ലാസ്റ്റ് ആ അമ്മ എന്ത് പറഞ്ഞു, അതോടൊപ്പം തന്നെ ആ അമ്മയെ ചുറ്റിപ്പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അതാണ് ഇന്നത്തെ സ്റ്റോറി, അല്ലെങ്കിൽ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയനിലെ കഥ. ഇതൊരു ഇന്ത്യൻ റൈറ്ററുടെ കവിതയാണ്. നസീം എസീക്കിൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റൈറ്ററുടെ കഥയാണ്. അപ്പൊ ആര് എഴുതിയ സ്റ്റോറിയാണെന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഐ റിമെമ്പർ ദ നൈറ്റ് മൈ മദർ വാസ് ടങ് ബൈ എ സ്കോർപ്പിയൻ. ഒരു സ്കോർപ്പിയനാൽ കുത്തപ്പെട്ട, അല്ലെങ്കിൽ എന്റെ അമ്മയെ ഒരു സ്കോർപ്പിയൻ കുത്തിയ ആ ദിവസം എനിക്ക് ഞാൻ ഓർക്കുന്നു. ആ ദിവസം എന്നല്ല, ആ രാത്രി. 10 hours of steady rain had driven him to crawl beneath a sack of rice. നിർത്താതെയുള്ള 10 മണിക്കൂറോളായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ കാരണം ഈ പിന്നെ സ്കോർപ്പിയൻ എന്ത് ചെയ്തു, ഒരു ചാക്കിന്റെ ഉള്ളിലേക്ക് മറിഞ്ഞിരിക്കുക ചെയ്തത്. പാർട്ടിങ് വിത്ത് ഹിസ് പോയിസൺ ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ ഇൻ ദ ഡാർക്ക് റൂം. ഓക്കെ, ഒരു വിശ്വാസമാണ് ഈ തേള് കുത്തിക്കഴിഞ്ഞാൽ തേള് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ വാലിലാണ് അതിന്റെ പോയിസൺ ഉള്ളത്. അപ്പോ ഈ തേളിന്റെ വാൽ അനങ്ങുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ തേള് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വിഷം ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും എന്നുള്ളൊരു പിന്നെ മിത്ത് എല്ലാവരുടെ ഇടയിലും ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ നാട്ടിൻപുറത്തുകാരുടെ ഇടയിലുണ്ട്. ഹി റിസ്ഡ് ദ റെയിൻ അഗെയിൻ. ഓക്കെ, മഴ പെരുത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അമ്മയെ തേള് കുത്തിയതായിട്ട് എല്ലാവരും അറിയുന്നത്. ദ പെസൻസ് മീൻസ് ഫാർമേഴ്സ്. പെസൻസ് കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്. അതായത് ഒരു കൂട്ടം ഈയാമ്പാറ്റകളെ പോലെ. ഈയാമ്പാറ്റകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിളക്ക് കണ്ടു കഴിഞ്ഞാൽ വിളക്കിന് ചുറ്റും പാഞ്ഞ് അടുക്കും അല്ലെ. ഇങ്ങനെയുള്ള ഈയാമ്പാറ്റകളെ പോലെയാണ് പെസൻസ് വന്നത്. പെസൻസ് ആ വീട്ടിലേക്ക് അമ്മയെ കുട്ടീനെ കേട്ടപ്പോ ഓടി വന്നത്. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല, പക്ഷെ പണ്ട് കാലത്തൊക്കെ ഈ വില്ലേജുകളിലൊക്കെ എല്ലാവരും അപ്പുറം ഇപ്പുറം ഒക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നതാണ്. And buzzed the name of God 100 times to paralyze the evil one. ഈ ദുഷ്ടശക്തിയെ, തേളിനെ പാരലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം അവരിങ്ങനെ ദൈവനാമം ജപിച്ചുകൊണ്ടിരുന്നു. വിത്ത് കാൻഡിൽസ് ആൻഡ് വിത്ത് ലാൻഡൻസ്, വിളക്കുന്തൊക്കെ കത്തിച്ചിട്ടാണ് അവര് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഡ്രോയിങ് ജയന്റ് സ്കോർപ്പിയൻ ഷാഡോസ് ഓൺ ദ മഡ് ബേക്ഡ് വാൾസ്. അതായത് ആ വീടെന്ന് പറയുന്നത് മണ്ണ് കൊണ്ട് ഇങ്ങനെ തേച്ചിട്ടുള്ള ചുമരുകളൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇവര് വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചത് ആ വിളക്കിന്റെ ഇതിലും തേളിന്റെ ഷാഡോ കാണാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര് വിളക്കൊക്കെ കത്തിച്ചു. ദേ സെർച്ച്ഡ് ഫോർ ഹിം, ഹി വാസ് നോട്ട് ഫൗണ്ട്. അവരവിടെയൊക്കെ അന്വേഷിച്ചെങ്കിലും കാണാൻ പറ്റിയില്ല. ദേ ക്ലിക്ഡ് ദെയർ ടങ്സ്. അവരാകെ ആളുകളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിലോ 10 മണിക്കൂറോളമായിട്ട് ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻസ് തേള് കുത്തിയത് മുതൽ ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
With every movement that the scorpion made, his poison moved in mother's blood, they said. അതെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കോർപ്പിയൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അമ്മയുടെ ബ്ലഡിലേക്ക് വിഷം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയുന്നത്. മേ യുവർ സഫറിങ്സ് ഡിക്രീസ് ദ മിസ്ഫോർച്യൂൺസ് ഓഫ് യുവർ നെക്സ്റ്റ് ബർത്ത്, ദേ സെഡ്. അപ്പൊ കസിൻസ് കൂടെ അവിടെ ചുറ്റുള്ള നാട്ടിൻപുറത്തുള്ള ആളുകളൊക്കെ പറയണം, നിന്റെ ഇപ്പൊ നീ അനുഭവിക്കുന്നതൊക്കെ നിന്റെ അടുത്ത ജന്മത്തിലെ തെറ്റുകളൊക്കെ പൊറുക്കാൻ അത് കാരണമാവും. നീ ഇപ്പൊ അനുഭവിക്കുന്ന വേദനകളെല്ലാം നിന്റെ നെക്സ്റ്റ് ജന്മത്തിലെ അടുത്ത ജന്മത്തിലെ നിന്റെ മിസ്ഫോർച്യൂൺസ് നിന്റെ നിർഭാഗ്യങ്ങളൊക്കെ കുറയ്ക്കാൻ കാരണമാവും. മേ ദ സം ഓഫ് ഈവിൾ ബാലൻസ് ഗുഡ് ബിക്കം ഡിമിനിഷ്ഡ് ബൈ യുവർ പെയിൻ. നിന്റെ ഈ വേദന കാരണം നീ ചെയ്ത തെറ്റുകളൊക്കെ ദൈവം പൊറുക്കപ്പെടും എന്നൊക്കെയാണ് എന്നൊക്കെ പ്രാർത്ഥിച്ച് സമാധാനിപ്പിക്കുകയാണ് അവിടെ ചുറ്റും കൂടിയിട്ടുള്ള പെസൻസ്. മേ ദ പോയിസൺ പ്യൂരിഫൈ യുവർ ഫ്ലെഷ് ഓഫ് ഡിസയർ. നിന്റെ ശരീരത്തെയും യുവർ സ്പിരിറ്റ് ഓഫ് ആംബിഷൻ, നിന്റെ ആഗ്രഹങ്ങൾ അടങ്ങിയ നിന്റെ മനസ്സിനെയും എല്ലാം നിന്റെ ശരീരത്തിലുള്ള ഈ വിഷവും അല്ലെങ്കിൽ നിന്റെ ഈ വേദനയും പ്യൂരിഫൈ ചെയ്യും, നിന്നെ പ്യൂരിഫൈ ചെയ്തെടുക്കും. They said, and they sat around on the floor with my mother in the center. അങ്ങനെ അവരെല്ലാവരും അമ്മയെ നടുക്കിരുത്തിയിട്ട് ആ ഫ്ലോറിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ദ പീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഈച്ച് ഫേസ്. എല്ലാവരുടെയും മനസ്സിലും എന്താണ്, ഒരു തരം സമാധാനത്തിന്റെ, എല്ലാവരും ഇങ്ങനെ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോർ കാൻഡിൽസ്, മോർ ലാന്റേൺസ്, മോർ നൈബേഴ്സ്, മോർ ഇൻസെക്ട്സ് ആൻഡ് എൻഡ്ലെസ് റെയിൻ. അതാണ് അപ്പത്തെ കണ്ടീഷൻ കേട്ടോ. ഒരുപാട് വിളക്കുകൾ കത്തിച്ചു, ഒരുപാട് നെയ്ബേഴ്സ് വന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ വിളക്കുകൾ ഒരുപാട് കത്തുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഇൻസെക്ട്സുകൾ കൂടും. മഴയാണെങ്കിൽ നിൽക്കാത്ത മഴയും. മൈ മദർ ട്വിസ്റ്റഡ് ത്രൂ ആൻഡ് ത്രൂ ഗ്രോണിങ് ഓൺ എ മാറ്റ്. എന്റെ അമ്മയാണെങ്കിലും വേദന കാരണം ഇങ്ങനെ എന്താ മാറ്റ് കിടന്നിട്ട് ഉരുണ്ട് ഇതാക്കുമായിരുന്നു കേട്ടോ, വേദന കൊണ്ട് പൊളയായിരുന്നു. മൈ ഫാദർ സ്കെപ്റ്റിക് റാഷണലിസ്റ്റ്. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു നിരീശ്വരവാദിയായിരുന്നു, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത റാഷണലിസ്റ്റ്, യുക്തിവാദിയായിരുന്നു. ട്രൈങ് എവരി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്. അദ്ദേഹവും എല്ലാ വഴികളും അന്വേഷിച്ചുകൊണ്ടിരുന്നു, എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിച്ച് എല്ലാ വഴികളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. പൗഡർ, മിക്സ്ചർ, ഹെർബ് ആൻഡ് ഹൈബ്രിഡ്, പല വഴികളിലൂടെയും പല ഔഷധ സസ്യങ്ങള്, പല പൗഡറുകള്, ഇതെല്ലാം അദ്ദേഹം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. He even poured a little paraffin upon the beaten toe and put to match to it. ഇത്തരം വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് പല പൗഡറുകളും മറ്റും ഇട്ട് പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങി. I watched the flame feeding on my mother. I watched the holy man perform his rites. Okay, ഞാനിതെല്ലാം എൻ്റെ അമ്മയുടെ മുമ്പിൽ കത്തിയിരിക്കുന്ന ഈ ഫ്ലെയിംസ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ ഹോളി മാൻ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ടു ടേം ദ പോയിസൺ വിത്ത് ആൻ ഇൻകാന്റേഷൻ, അതായത് പാപമോചനം, ഇൻകാന്റേഷൻ. ഈ പോയിസൺ ഇറക്കി എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ചെയ്യുന്നതെല്ലാം ഞാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആഫ്റ്റർ 20 hours, ഏകദേശം ഒരു 20 മണിക്കൂറായപ്പോൾ, ഇറ്റ് ലോസ്റ്റ് ഇറ്റ് സ്റ്റിങ്, വേദനയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വന്നു തുടങ്ങി. അപ്പൊ മൈ മദർ ഓൺലി സെഡ്, അപ്പൊ എന്റെ അമ്മ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. ദ സ്കോർപിയൻ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. സ്കോർപിയൻ കുത്താൻ എന്നെ സെലക്ട് ചെയ്തല്ലോ, എന്റെ മക്കളെ വെറുതെ വിട്ടല്ലോ എന്നുള്ളതായിരുന്നു സ്കോർപിയോന്റെ കടിയേറ്റ അമ്മയുടെ അഭിപ്രായം. റിട്ടൺ ബൈ നസീം എസേക്കിൽ, an Indian writer. Okay. Some question answers are there. വളരെ കുറച്ചുള്ള question answers ഉള്ളൂ related with the poem. Just do it accordingly and find out the answers from the textbook. You can read the textbook and find out the answers. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. Have a nice day.